കൊച്ചിയിലേക്കൊന്ന് പോകാം. അവിടെ തൃപ്പൂണിത്തറയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചുമത്തി പോലീസ്. പ്രതിപട്ടികയിൽ ആരെയും നിലവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ പേരുടെ മൊഴി എടുത്തേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അലി അക്ബർ ഷാ ചേരും കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, ഗുഡ് മോർണിംഗ്. അലി, ഈ വിഷയത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചുമത്തിയിട്ടുണ്ട്. പക്ഷേ ആരെയും പ്രതി ചേർത്തിട്ടില്ല. അന്വേഷണത്തിൽ അടുത്ത ഘട്ടത്തിൽ മാത്രമേ പ്രതിപട്ടികയിലേക്ക് പേരുകൾ വരികയുള്ളൂ. നേരത്തെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ജെം സ്കൂളിലും ഗ്ലോബൽ പബ്ലിക് സ്കൂളിലുമൊക്കെ വിദ്യാഭ്യാസ വകുപ്പും പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. NOC സംബന്ധിച്ച് ചില സംശയങ്ങൾ കൂടി സർക്കാർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ, അലി അക്ബർ ഷാ? അരുൺകുമാർ, ഈ മിഹിറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആദ്യം ഹിൽ പാലസ് പോലീസ് അസ്വാഭാവിക മരണത്തിന് മാത്രമായിരുന്നു കേസെടുത്തിരുന്നത്. അതിനുശേഷമാണിപ്പോൾ ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചുമത്തിയിരിക്കുന്നത്. പക്ഷേ പ്രതിപട്ടികയിൽ ആരുടെയും പേര് ചേർത്തിട്ടില്ല. ഇതിൽ ഈ മിഹിർ ഈ റാഗിങ്ങിന് വിധേയനായി എന്ന് പറയുമ്പോൾ ഇതിന്റെ ആരോപണ സ്ഥാനത്ത് നിൽക്കുന്നതെല്ലാം വിദ്യാർത്ഥികളാണ്. മിഹിറിന്റെ പ്രായമുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ്. അതുകൊണ്ട് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിലയിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകാനും കഴിയുകയുള്ളൂ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കുട്ടികളുടെ കൂടി മൊഴിയെടുക്കുമെന്ന് ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ പോക്സോ വകുപ്പ് ചുമത്താനുള്ള സാധ്യത കൂടി കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നുണ്ട്. ഈ മിഹിർ മുൻപ് പഠിച്ചിരുന്ന ജെം സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ വ്യക്തിയിൽ നിന്നും കടുത്ത മാനസിക സമ്മർദ്ദം മിഹിറിന് ഏൽക്കേണ്ടി വന്നിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഈ വിഷയത്തിലാണ് ഇതിൽ പോക്സോയുടെ സാധ്യത കൂടി ഇപ്പോൾ നിലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പരിശോധിക്കുന്നത്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ മൊഴിയെടുത്തേക്കും. ഇന്നലെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെയും അതുപോലെ തന്നെ ഈ ജെം സ്കൂളിന്റെയും അധികാരികളുടെ മൊഴിയെടുത്തിരുന്നു. കൂടാതെ മിഹിറിന്റെ കുടുംബത്തിന്റെ മൊഴിയും എടുത്തിരുന്നു. എന്തായാലും ഒരു വഴിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണവും അതേപോലെ സമാന്തരമായി പോലീസിന്റെ പരിശോധനയും അന്വേഷണവും ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടെയൊക്കെ പേരാകും ഇനി പ്രതിപട്ടികയിലേക്ക് ചേർക്കപ്പെടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതീവ ഗുരുതരമായ വിഷയമാണ് കുടുംബം ഉന്നയിച്ചത്. അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് മിഹിറിന്റെ സഹപാഠികളുടേതായി പുറത്തു വന്ന സ്ക്രീൻഷോട്ടുകളിലും അതിലെ ചാറ്റുകളും എല്ലാം നമ്മൾ വായിച്ചതാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു അതിലും ഉണ്ടായിരുന്നത്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ സ്കൂളിന്റെ കൂടുതൽ അധികാരികളെ വൈസ് പ്രിൻസിപ്പലിനും പ്രിൻസിപ്പലിനും പുറമെയുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴി എടുത്തേക്കുമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. അരുൺ.